കോട്ട നിയമ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. കോഴിക്കോട് കോവൂർ സ്വദേശി അൽഫാൻ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. വയനാട് വൈത്തിരിയിൽ നിന്ന് ചേവായൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന സൗഹൃദം കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുന്ന രീതിയിലേക്ക് ആവുകയും പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഡീപ്പായ സമയത്ത് ഇയാൾ ഈ കുട്ടിയെ സ്വാതന്ത്ര്യത്തിന് മുഴുവൻ തടസ്സം വെക്കുകയും അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആ കുട്ടി ഇവൻ്റെ ഉപദ്രവം കൊണ്ടൊക്കെ മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇവൻ്റെ പ്രേരണയാണ് ആത്മഹത്യക്ക് എന്നുള്ള അന്വേഷണത്തിൽ വെളിവായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു. അദ്ദേഹം കുറ്റസമ്മതം കുറച്ച് നടത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഈ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സുഹൃത്ത് അൽഫാന്റെ പങ്കിനെ കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ മാസം ഫെബ്രുവരി 24-നാണ് ഈ ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ മൗസ മെഹറിസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിമാട് കുന്നിൽ അവർ താമസിക്കുന്ന വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പോലീസ് കൃത്യമായി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ മൗസയുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്നുള്ളതും ഈ സുഹൃത്ത് അൽഫാനാണെന്നും ഈ അൽഫാനിലേക്ക് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം അൽഫാനാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. കഴിഞ്ഞ 6 മാസമായി ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഈ 6 മാസത്തിനിടയ്ക്ക് ഇവർ രാത്രികാല അതായത് ഇവർ വാഹനത്തിൽ സഞ്ചരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സൗഹൃദം വളർന്നു വരികയും ഈ പറയുന്ന അൽഫാന് മറ്റൊരു ഭാര്യയും കുട്ടിയുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഈ അൽഫാന് ഇതൊരു പ്രണയമാവുകയും എന്നാൽ ഈ പ്രണയം ഈ ഫൗസ നിരസിക്കുകയും ചെയ്തു. പ്രണയത്തിലേക്ക് മൗസയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ പ്രതി ഇവരെ നിരന്തരമായി മാനസികമായും മറ്റൊക്കെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മരണപ്പെടുന്ന തലേ ദിവസം ഈ പറയുന്ന ഈ കുട്ടിയുടെ കോളേജിൻ്റെ സമീപത്ത് വെച്ചൊരു കടയ്ക്ക് മുമ്പിൽ വെച്ച് പരസ്യമായി ഈ മൗസയെ മർദ്ദിപ്പിച്ചിരുന്നു. ഇത് വളരെ മാനസികമായിക്കൊണ്ട് ഈ മൗസയെ മാനസികമായി തളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് ഈ കുട്ടി എത്തുന്നത്. വളരെയധികം മാനസികമായും ശാരീരികമായും ഉപദ്രവം ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 24-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ താമസിക്കുന്ന മുറിയിൽ ഈ മൗസ ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്ന് അന്വേഷണത്തിൽ ഈ പ്രതിയെ കണ്ടെത്തുകയും പ്രതി ഇത്രയും ദിവസം ഒളിവിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തേക്ക് പോലീസ് കടന്നിരുന്നു. ഇന്ന് രാവിലെ വൈത്തിരി പോലീസിന്റെ സഹായത്തോടെയാണ് വയനാട് വൈത്തിരിയിൽ വെച്ച് ഈ അഫ്നാനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സൈഫു.